പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത്. പ്രദേശത്തെ നൂറുകണക്കിന് രോഗികൾ ദിവസവും ആശ്രയിക്കുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിലെ ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്താണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൈറ്റ് ഫാർമസി സംവിധാനം ഏർപ്പെടുത്തിയത്. ഇത് രാത്രിയിലെത്തുന്ന രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു. എന്നാൽ നിലവിലെ ഫാർമസിസ്റ്റ് സ്ഥലം മാറിയതോടെ ഈ ഒഴിവിലേക്ക് പുതിയ ആളെ നിയമിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. സാധാരണക്കാരായ രോഗികൾ രാത്രികാലങ്ങളിൽ സ്വകാര്യ ഫാർമസിയിൽ നിന്നും വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. ഫാർമസിസ്റ്റിനെ നിയമിച്ച ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രി 12 മണിവരെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാർമസി 8 മണിവരെ ആക്കിയിട്ട് ചുരുക്കിയ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഒരു സൂപ്രണ്ടിനെ കണ്ട് കാര്യങ്ങൾ തിരക്കുവാനായിട്ടായിരുന്നു ഇവിടെ എത്തിയത്. ഇന്ന് വന്നപ്പോൾ സൂപ്രണ്ട് 2 ദിവസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, ഒരു ഉത്തരവാദിത്തപരമല്ലാത്ത രീതിയിലാണ് ഇവിടെ പെരുമാറുന്നത്. കാരണം ഇവിടെ സൂപ്രണ്ട് ഇല്ലാത്ത അഭാവത്തിൽ പുതിയ ആൾക്ക് ചാർജ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് സൂപ്രണ്ടിനെ കോൺടാക്ട് ചെയ്തതിനു ശേഷമാണ് ഇവിടെ വേറെ ഡോക്ടർക്ക് ചാർജ് കൊടുത്തതെന്ന് പറഞ്ഞു. ഡോക്ടറായിട്ട് സംസാരിച്ചു. ഇവിടെ അവർ എന്താ പറയുക, അടുത്ത 1-ാം തീയതിക്കുള്ളിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് പുതിയ ആൾക്കാരെ എടുക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ഇല്ലാതായിട്ട് കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇവിടെ ഫാർമസിസ്റ്റ് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അവരെന്നെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഇവിടെ നൈറ്റ് വരുന്ന ഡോക്ടേഴ്സ് പേഷ്യന്റിന് മരുന്ന് കാര്യങ്ങൾ പുറത്തു പോയി അവരോട് വാങ്ങിക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ 8 മണിക്കുള്ളിൽ വന്ന് വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള സംസാരങ്ങൾ വന്നത്. സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. ഈ പഴയങ്ങാടി താലൂക്ക് ഹോസ്പിറ്റൽ ഈ ചുറ്റുപാടുമുള്ള 1000-ഓളം പേഷ്യന്റുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. രാത്രികാലങ്ങളിൽ തന്നെ നിങ്ങൾ വന്ന് നോക്കിയാൽ അത്രയും പേഷ്യന്റ്, ഒരു 100-ൽ കവിയാത്ത പേഷ്യന്റ് ഇവിടെ രാത്രികാലങ്ങളിൽ എത്തുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു ഫാർമസി ഇവിടെ ഇങ്ങനെ ഒരു നിരുത്തരവാദമായ രീതിയിൽ അവർ പെരുമാറിയത്. ഇവിടുന്ന് പറഞ്ഞത് വെച്ചാൽ ഇവിടെയല്ല, ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ഇന്റർവ്യൂ ഒക്കെ നടത്തേണ്ടത്. ഇവിടെ അവർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ബ്ലോക്ക് പഞ്ചായത്തായാലും ഇവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതരായാലും കൃത്യമായ ഒരു ഇടപെടലുകൾ ഇതിന്റെ പേരിൽ നടത്തിയിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന് ഇവിടെ അറിയിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രവർത്തകർ പറയുന്നു. രാഹുൽ പുത്തൻപുരയിൽ, ശ്രീരാഘു ബാബു, ശോഭിത് ഏഴോം, സരീഷ് പുത്തൂർ, അക്ഷയ് മാട്ടൂൽ, അഹമ്മദ് യാസിൻ, കെ സജാഹ്, കെ ബിലാൽ, നിയാസ് വെങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.